നാമത്തിനോടൊപ്പം ബഹുമാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ഉപയോഗിക്കുന്ന ബിഷപ്പ് ഡഗ്ലസ് മാസ്റ്റർ സുവാർത്ത ചാരിറ്റബിൾ മിനിസ്ട്രീസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ദാസന്മാർക്കും പ്രിയപ്പെട്ട സഭയ്ക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി തമ്പുരാന്റെ പാദപീഠത്തിൽ നിർത്താൻ സർവകൃപാലുവായ ദൈവം ഒരു സാവകാശം തന്ന ആ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പെട്ടെന്നായിട്ട് ഒരു വാക്യം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1:1 ഇന്നത്തെ കുറിയ വാക്യം. അതിലിങ്ങനെ പറയുന്നു: ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നു. ഈ പഞ്ചഗ്രന്ഥം എഴുതിയത് മോശയാണ്. ഇതിൽ ഇസ്രായേൽ ജനങ്ങൾ ഇതിനെ തോറ എന്ന് പറയുന്നു. ഈ ഇസ്രായേൽ, നല്ല ഇസ്രായേൽ, ഈ തോറ എന്ന് പറയുന്ന ഈ പഞ്ചഗ്രന്ഥത്തെ 12ാമത്തെ വയസ്സിൽ തന്നെ പരീശന്മാരും ശാഖിക്കലും ഇത് മനഃപ്പാഠമായി പഠിച്ചിരിക്കും. നല്ല അറിവ്, നല്ല പാണ്ഡിത്യം ഈ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിരിക്കും. ഓർക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി പഠിക്കുമോ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ മാനിച്ചിരിക്കും. ഇതിൽ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളുണ്ട്. 1, ആദിയെക്കുറിച്ച് നമുക്ക് പറയണം. 2, എങ്ങനെ ഭൂമി പാഴും ശൂന്യമായി, ഈ പാഴും ശൂന്യമായിരുന്ന ഭൂമിയെ എങ്ങനെയാണ് ഇത്ര മനോഹരമായി പണിതെടുത്തത് എന്നിത്യാദി കാര്യങ്ങളെ നമുക്കിന്ന് സായം സന്ധ്യയിൽ നമുക്കിന്ന് ചിന്തിക്കാം. ഒന്നാമത് ആദിയെക്കുറിച്ച് മോശ വെളിപ്പെടുന്നു. ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടായി. പക്ഷേ ഈ ആദിയെക്കുറിച്ച് ദൈവത്തിൻ്റെ മാറിൽ ചായ യോഹന്നാൻ, ദൈവത്തെ സ്നേഹിച്ച യോഹന്നാൻ ആദിയിൽ എന്തുണ്ടായിരുന്നുവെന്ന ആഴമായ ഒരു വെളിപ്പാട് സ്വർഗത്തിലെ ദൈവം യോഹന്നാന് ദൈവം നൽകുകയാണ്. അദ്ദേഹം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആഴമായ വെളിപ്പാട് ദൈവത്തെ സ്നേഹിച്ച യോഹന്നാനിന്റെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം ഇന്നും സ്വർഗത്തിൽ അത് നിക്ഷേപമായിരിക്കുന്നു. ഈ വചനം കൊണ്ട് ഒരു നാൾ നമ്മളെ ന്യായം വിധിക്കുമെന്നുള്ള കാര്യം സഭ മറന്നു പോകരുത്. പ്രശ്നമാണ് വചനം സ്വർഗത്തിൽ നിക്ഷേപമായിരിക്കുന്നു, സ്ഥിരമായിരിക്കുന്ന ആ ദൈവത്തിന്റെ വചനം. അപ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു. ഇവിടെ മോശ പറയുന്നു, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് സൃഷ്ടിപ്പിന്റെ മനോഹരമായ പുസ്തകം. ആ സൃഷ്ടിപ്പിന്റെ മനോഹരമായ പുസ്തകം അവസാനിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചറിയാം. ജോസഫ് 110 വയസ്സുള്ളവനായി അവൻ മരിച്ചു. അവന് മിസ്രയീമിൽ അവനെ സുഗന്ധവർഗ്ഗങ്ങളിട്ട് ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. കണ്ടോ, സൃഷ്ടിപ്പിന്റെ മനോഹരമായ ഒരു പുസ്തകത്തെ അവസാനിക്കുന്നത് ഒരു ശവപ്പെട്ടിയിലാണ് അവസാനിക്കുന്നത്. എന്തേ ഞാൻ ദൈവത്തോട് ചോദിച്ചിരുന്നു, കർത്താവേ, എന്തുകൊണ്ട് യാക്കോബിന് 12 ആൺമക്കൾ ഉണ്ടായിരുന്നല്ലോ, ഈ ജോസഫിനെ കുറിച്ച് മാത്രം അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയെ പോലും മറന്നു കളയാതെ അദ്ദേഹത്തിന്റെ മരണ ശുശ്രൂഷയെ വ്യക്തമായിട്ട് സ്വർഗത്തിൽ നിക്ഷേപമായിരിക്കുന്ന തമ്പുരാന്റെ വചനത്തിൽ എന്തുകൊണ്ട് ഈ ജോസഫിനെ അവൻ ശവപ്പെട്ടിക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തു? ദൈവം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണോ, എന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ദർശനത്തിനുണ്ട്. ജോസഫിന് ഒരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനത്തിന് വേണ്ടി ഓർക്കുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്മേൽ പൊട്ടക്കിണർ വന്നു. അതിനെ നിശബ്ദം അദ്ദേഹം സഹിച്ചു. ഭൗതികന്റെ ഭവനത്തിൽ കടന്നു വന്നു. അവിടെയും അദ്ദേഹം അതിനെ തരണം ചെയ്തു. കാരാഗ്രഹം ഉണ്ടായിരുന്നു, അതിനെയും ആ ദർശനത്തിന് വേണ്ടി പിറുപിറുപ്പില്ലാതെ
ഇല്ലാതെ മനോവേദന ഇല്ലാതെ ആ ദർശനത്തിന് വേണ്ടി അദ്ദേഹം നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 110 വയസ്സുള്ളവനായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദർശനത്തിന് മങ്ങൽ പറ്റിയിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ജോസഫ് പറയുകയാണ്, എന്റെ ജനത്തെ ഈ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോകുമ്പോൾ ഓർക്കുക, എന്റെ അസ്ഥിയെ കൂടി നിങ്ങൾ കൊണ്ടുപോകണം. ആ വാഗ്ദത്ത കനാനിൽ എന്റെ അസ്ഥികളെ അടക്കം ചെയ്യണമെന്ന ഒരു ആഴമായ വെളിപ്പാട് പറഞ്ഞിട്ട് ജോസഫ് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തന്ന ദർശനത്തെ എന്തു വില കൊടുത്തും നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ നാളുകൾ ദർശനമില്ലാതെ ആരെയും സഭയിലേക്ക് ദൈവം വിളിച്ചിട്ടില്ല. ആ ദർശനത്തിന് വേണ്ടി വില കൊടുക്കുകയാണെങ്കിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൂല